ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം എത്ര രൂപ നമ്മൾ ഇതിൽ കയറ്റി, ഈ ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എത്ര രൂപ നമ്മൾ കയറ്റി, അതേപോലെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, എത്ര പ്രൈസായി ഓരോ സാധനത്തിനും, നമ്മൾ കയറ്റിയ സാധനത്തിനൊക്കെ എത്ര പ്രൈസായി എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ബാക്കി വീഡിയോ കണ്ടു നോക്കിട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ടയറിനെ കുറിച്ച് പറയാം. ടയർ നമ്മൾ 4 ടയറാണ് ടോട്ടലുള്ളത്. നമുക്ക് 4 ടയർ നമ്മൾ പുതിയത് എടുത്തതാണ്. 4 ടയറിനും നമുക്ക് ടോട്ടൽ ഒരു ടയറിന് 3150 രൂപ, അതായത് 3150 രൂപ വന്നിട്ടുണ്ട്. നമ്മൾ ബജാജിലാണ് ഈ സാധനം എടുത്തത്, കോഴിക്കോട് മുക്കൻ ടയർ. അവിടെ നിന്നാണ് നമ്മൾ എടുത്ത് ഒരു ടയറിന് 3150, 175, 60, 13 ടയറാണ് നമുക്ക് ഇതിലിട്ടിട്ടുള്ളത്. അപ്പം ആ റേറ്റ് വരുന്നത് 3150 രൂപയാണ് ആ ഒരു ടയറിന് നമുക്ക് റേറ്റ് വന്നത്. പിന്നെ നമ്മൾ അലോയ് നമ്മൾ ഏകദേശം കുറേ എടുത്തിട്ട് ഏകദേശം 1.5 കൊല്ലമായിട്ടുണ്ട്. വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അലോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അലോയ് എടുത്തിട്ട് ഏകദേശം ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അലോയ് എടുത്തത് നമ്മൾ എവിടുന്നാന്ന് വെച്ചാൽ കോയമ്പത്തൂർ. നമ്മൾ നേരെ നമ്മൾ പഴയൊരു മാരുതി 800 ഇനി ആദ്യത്തെ വണ്ടി, ആ വണ്ടീൻ്റെ ഫോട്ടോ ഉണ്ട്, കിട്ടുകയാണെങ്കിൽ ഞാൻ മുകളിൽ ജസ്റ്റ് കാണിച്ചു തരാം, നമ്മൾ ആ വണ്ടി മേലെ ചെയ്തതൊക്കെ. അപ്പം ആ ഒരു വണ്ടിയായിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു അലോയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു. നേരെ ആ വണ്ടിയിൽ തന്നെ കോയമ്പത്തൂർ കാര്യത്തൊക്കെ പോയി അവിടുന്ന് നമ്മൾ നേരെ അലോയും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ടോട്ടൽ 5 അലോയി എടുത്തത്. സ്റ്റെപ്പിന് എടുക്കാൻ അലോയി എടുത്ത് ഏകദേശം 14,500 നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് അലോയി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അലോയിൻ്റെ കാര്യം അത്രയാണ്. ഇനി അടുത്തതായിട്ട് നമ്മളെ ബമ്പർ ലിപ്പ് കാണിച്ചു തരാം. ബമ്പർ ലിപ്പിന് നമുക്ക് ടോട്ടലായിട്ടുള്ളത് ഏകദേശം 750, 800 ആ റേഞ്ചിട്ടാണ്. അപ്പം ബമ്പർ ലിപ്പിന് ആ റേറ്റാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള സ്പെക്നാൻഡി കസ്റ്റംസ്, ഞാനത് കണ്ണൂർ പോയി വാങ്ങിയതാണ്. ഓലടുത്തുനിന്ന് നമ്മൾ വേറൊരു ആവശ്യത്തിനും വേണ്ടി പോയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ആ സാധനം അവിടുന്ന് വാങ്ങി പോകുന്നതാണ്. അപ്പോൾ അതിനത്രയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ സൈഡ് സ്കേർട്ടാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം സൈഡ് സ്കേർട്ടിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 1,400 അല്ല 1,500 ആ റേഞ്ചാണ്. പിന്നെ അതും നമ്മൾ ജസ്റ്റ് അവിടെ പോയപ്പം സ്പെക്നാൻഡി പറഞ്ഞ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അവിടെ പോയപ്പം അവിടുന്ന് ജസ്റ്റ് നമ്മൾ വേറെ ആവശ്യത്തിനൊക്കെ പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് എടുത്തതാണ്. അപ്പോൾ ഒരു കൊറിയർ ചാർജും കാര്യങ്ങളും, ഇത് കൊറിയർ അയച്ചെന്ന് കേട്ടോ, ഒന്ന് ഒരു സൈഡത്തെ മാത്രമേ ഉള്ളൂ ഇനി അറിഞ്ഞു. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ മൂപ്പിൽ പറഞ്ഞ് നാളെ അയച്ചു തരാം, ക്യാഷ് കാര്യങ്ങളൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത്, അപ്പോൾ കൊറിയർ ചാർജൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഒത്തിരി ലോങ്ങൊന്നും വന്നാറുണ്ട്. ഏകദേശം 1,600, 1,400, 1,500, 1,600 ആ റേഞ്ചിലാണ് നമുക്ക് 2 സൈഡത്തെയും സൈഡ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് ഇതാണ്. പിന്നെ നമ്മളെ കൂളിങ് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് വയ്ക്കുക, ബാക്കി എല്ലായിടത്തും നമ്മൾ ഫുൾ ബ്ലാക്ക് കൂളിങ്ങാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതായത് ഫുള്ള് മൊത്തമായിട്ടുള്ള കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂളിങ്ങിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡ് ഒക്കെ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 1,400 നമ്മൾ റേറ്റ് വന്നിട്ടുള്ളത്. ഫുൾ ബ്ലാക്കാണ്, ഉള്ളിലേക്കൊന്നും കാണില്ല, അത്രയും ബ്ലാക്കിലായിട്ടാണ് നമ്മൾ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വന്നിട്ടുള്ളത് ഏകദേശം 1,400 ആ റേഞ്ചാണ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഇതേ ഉള്ളൂ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം ചെയ്തപ്പോൾ തന്നെ, ഈ ഒരു റേറ്റിലുള്ള സംഭവം ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ചെയ്തത് ഇതൊക്കെയാണ്. ഈ ഒരു സംഭവം ചെയ്തപ്പോൾ തന്നെ വണ്ടീൻ്റെ ലുക്ക് ഈ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ ലുക്ക് മാറാനൊരു മെയിനായിട്ടുള്ള ഘടകം എന്താ വെച്ചാൽ ഈ ഒരു കൂളിങ്, ഈ വണ്ടീൻ്റെ കൂളിങ് ഒട്ടിക്കുക, അതേപോലെ ആ അലോയൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ വണ്ടീൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മാറും. പിന്നെ സൈഡ് സ്കേർട്ട് വെച്ചപ്പോൾ തന്നെ പിന്നെയും ചേഞ്ച് വന്ന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു എന്തിനു പറയുക, ഈ ഒരു നമ്മുടെ
ഗ്രില്ലായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. നമ്മളെ ഫ്രണ്ടിലെ ഈ ഒരു ബമ്പറിൽ ഗ്രില്ല് സാധനം സെറ്റ് ചെയ്തതാണ്. അത് നമ്മൾ ആദ്യം ഉണ്ടായിനി, പിന്നെ നമ്മളൊന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് സെറ്റപ്പായി കുട്ടപ്പനാക്കി എടുത്തതാണ്. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ കുറച്ചുകൂടി ഇതായി. ഇനി നമുക്കിവിടെ ഈ ഒരു സ്ഥലത്ത് ആ ഒരു ക്ലിപ്പ്, അതേപോലെ മിറർ, ഈ ഒരു മിറർ നമുക്ക് ജസ്റ്റ് ഒരു ബ്ലാക്ക് അടിക്കണം. അതേപോലെ മുകൾ ഭാഗം നമുക്ക് ബ്ലാക്കും കാര്യങ്ങളൊക്കെ അടിക്കാണ്ട് ഒക്കെ ചെയ്യാണ്ട്. ഉള്ളിലും കുറച്ച് അത്യാവശ്യം പണിയുണ്ട്. ഉള്ളിൽ ചെറിയ ചെറിയ പണിയെടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിൽ പറയുന്നില്ല, അത് നമുക്ക് വേറെ വീഡിയോ ആയി ചെയ്യാം. ഉള്ളിൽ നമ്മൾ ചെയ്തത് എന്താണെന്നൊക്കെ നമ്മൾ വേറെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും, നമുക്കപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ പുറത്തെടുത്ത മോഡിഫിക്കേഷനും കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിമേൽ എത്ര രൂപ വാങ്ങിയതിന് ശേഷം ചിലവാക്കി, അതായത് എൻജിൻ പരമായിട്ടോ വേറെ വർക്ക്ഷോപ്പ് പരമായിട്ട് ഇതൊന്നും മോഡിഫിക്കേഷൻ ചിലവാക്കിയതാണ്. മറ്റേതിന് എത്ര ചിലവാക്കിയെന്നുള്ളൂ നമ്മൾ ഈ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ചിലവായിട്ടുള്ളത് ഈ ഒരു റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിന്മേൽ ചിലവായിട്ടുള്ളത്. ഇനി നമുക്ക് കുറേ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സാവധാനം ഇതിൽ ചെയ്യും, പെട്ടെന്ന് ചെയ്യില്ല, ഒക്കെ സാവധാനം മെല്ലെ മെല്ലെ ചെയ്യാമെന്നുള്ളതിലാണ് നിൽക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ള വർക്ക്. ഉള്ളിലത്തെ എന്തൊക്കെ ചെയ്തെന്നുള്ള വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണോ കാര്യങ്ങളോ അറിയാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പുതിയ മോഡിഫിക്കേഷൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ അത് ചെയ്താൽ അത്ര നന്നാവും, ഇത് ചെയ്താൽ നന്നാവും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്കും അത് ചെയ്യാനൊരു ഇതുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളെ വീഡിയോ ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടേണ്ടത്, ഓരോ 2 ദിവസം കൂടുമ്പോൾ 1 ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട നമ്മൾ ഇതിനനുസരിച്ച്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഓക്കെ, ബൈ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞാൽ മറക്കണ്ട, അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ ചെയ്യുക. നമ്മൾ വണ്ടീൻ്റെ ഇനി എന്തൊക്കെ അപ്ഡേഷനാണോ വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ അതിനനുസരിച്ച് നമ്മൾ സാവധാനം മെല്ലെ മെല്ലെ എടുക്കും. ക്യാഷുള്ളതിനനുസരിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ഇപ്പോൾ, അത് നമ്മളെടുക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ വണ്ടി ഭ്രാന്തന്മാർക്കും ഈ വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ, ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ ഓക്കെ, ബൈ.